ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ തിരുവെടുത്ത്. ഒന്നാമത്തേതിന് പീശോൻ എന്ന പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്, അവിടെ വളരെ പൊന്നുണ്ട്. പ്രിയമുള്ളവരെ, ബൈബിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ ആദ്യമായി പൊന്ന് പരാമർശിക്കുന്നത് ഏദൻ തോട്ടവുമായി ബന്ധപ്പെട്ടാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ ഒരു ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ആ ദേശത്തിൽ പൊന്നുണ്ട്, ആ പൊന്ന് നല്ലതാണ്. ഇത് വെറും ഭൂമിശാസ്ത്രപരമായ ഒരു കുറിപ്പല്ല. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെയും മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിലപാടിനെയും കുറിച്ച് ചിന്തിക്കുവാൻ ഈ വചനം നമ്മെ ക്ഷണിക്കുന്നു. പൊന്ന് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പ്രശ്നം പൊന്നിലല്ല, ഹൃദയത്തിലാണ്. ദൈവം പൊന്ന് സൃഷ്ടിച്ചു, അതിനാൽ പൊന്ന് സ്വതവേ ദോഷകരമല്ല. പക്ഷേ പിന്നീട് മനുഷ്യൻ പൊന്നിനെ വിഗ്രഹമാക്കി, അധികാരത്തിന്റെ ചിഹ്നമാക്കി, അത്യാഗ്രഹത്തിന്റെ ഉപാധിയാക്കി. പ്രിയരെ, പൊന്ന് ഒരു നല്ല ദാനമായിരിക്കാം, എന്നാൽ അത് ദൈവത്തെക്കാൾ വലിയ സ്ഥാനത്തെത്തുമ്പോൾ അത് ആത്മീയ അപകടമാകുന്നു. ആ ദേശത്തിൽ പൊന്ന് നല്ലതാണ്, എന്നാൽ ഏദന്റെ മഹത്വം പൊന്നായിരുന്നില്ല. ഏദനിലെ ഏറ്റവും വലിയ അനുഗ്രഹം പൊന്നല്ലായിരുന്നു, അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. നമുക്കറിയാം, ആദാമും ഹവ്വയും ദൈവത്തോടൊപ്പം നടന്നിരുന്നു. അതിനാൽ ഒരു ജീവിതത്തിൻ്റെ മഹത്വം സമ്പത്തിൽ അല്ല, ദൈവ സാന്നിധ്യത്തിലാണ്. ഇന്ന് പലരും പൊന്നിലും പണത്തിലും ഒക്കെയും അന്വേഷണവും ചിന്തയുമൊക്കെ ആയിട്ട് പോകുന്നു. എന്നാൽ സമാധാനവും സന്തോഷവും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രിയരെ, സ്വർഗത്തിൽ നാം ചിന്തിക്കുമ്പോൾ പൊന്ന് വഴിയാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിൻ്റെ അവസാന പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ച്, അവിടുത്തെ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ തെരുവുകൾ പൊന്ന് പോലെയാണ് എന്ന് വിവരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ പൊന്നിനെ നിധിയായി സൂക്ഷിക്കുന്നു, എന്നാൽ സ്വർഗത്തിൽ അത് ഒരു വഴിയിൽ ഇടുന്ന വസ്തു മാത്രമാണ്. ഇത് ഒരു ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. നാം ഇന്ന് ഏറ്റവും വിലമതിക്കുന്നതിനേക്കാൾ മഹത്തായ മഹത്വം ദൈവരാജ്യത്തിലുണ്ട്. മനുഷ്യൻ പൊന്ന് തേടുന്നു, ദൈവം മനുഷ്യനെ തേടുന്നു. ആദ്യം മുതൽ മനുഷ്യൻ നിധി അന്വേഷിച്ചു, എന്നാൽ ദൈവം അന്വേഷിച്ചത് നഷ്ടപ്പെട്ട മനുഷ്യനെയാണ്. അതുകൊണ്ട് യേശു പഠിപ്പിച്ചത്, നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം എവിടെയിരിക്കുന്നു, അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഇരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ഹൃദയം സമ്പത്തിലാണോ അതോ ദൈവത്തിലാണോ? യഥാർത്ഥ പൊന്ന് ശരിക്കും പരീക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത്, തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ് പരീക്ഷിക്കപ്പെട്ട നമ്മുടെ വിശ്വാസം. പണം നഷ്ടപ്പെട്ടാലും പൊന്ന് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, അത് വിശ്വാസമാണ്. കാരണം ദൈവത്തിൻ്റെ കാഴ്ചയിൽ വിശ്വാസമാണ് ഏറ്റവും വിലയേറിയ ഒരു സമ്പത്ത്. ഭൂമിയിലെ പൊന്നും സ്വർഗീയ നിധിയും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഭൂമിയിൽ പൊന്നുണ്ട്, എന്നാൽ അത് കള്ളൻ മോഷ്ടിക്കാം, തീയിലൊരുക്കാം, കാലം കൊണ്ടത് നഷ്ടമാകാം. എന്നാൽ സ്വർഗത്തിലെ നിധി നശിക്കുകയില്ല, മോഷ്ടിക്കപ്പെടുകയില്ല, ഒരിക്കലും അത് ക്ഷയിക്കുകയില്ല. അതുകൊണ്ട് യേശു സ്വർഗത്തിലെ നിധി ശേഖരിക്കുവാൻ നമ്മളോട് പഠിപ്പിക്കുന്നു. അവിടെ വളരെ പൊന്നുണ്ട്, എന്നാൽ നീ എന്താണ് അന്വേഷിക്കുന്നത്? ഈ ലോകത്തിൽ പൊന്നും സമ്പത്തും വിജയവും ഒക്കെ ഉണ്ടാകാം, എന്നാൽ അവയെല്ലാം ഉണ്ടായിട്ടും ദൈവമില്ലെങ്കിൽ ജീവിതം ശൂന്യമായി പോകും. മറുവശത്ത് വലിയ സമ്പത്തില്ലെങ്കിലും
ദൈവ സാന്നിധ്യമുള്ള ജീവിതം വലിയ സമ്പന്നമാണ്. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമായിരിക്കും, എന്നാൽ ദൈവം തന്നെയാണ് ഏറ്റവും വലിയ ദാനം. പ്രിയരെ, ആ ദേശത്തിലെ പൊന്ന് വളരെ നല്ലതാണ്, എന്നാൽ അതിലും നല്ലത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ക്രിസ്തുവിലുള്ള രക്ഷയാണ്, ആത്മാവിൻ്റെ സമാധാനമാണ്, നിത്യമായ പ്രത്യാശയാണ്. പൊന്ന് ഭൂമിയെ നമുക്ക് സമ്പന്നമാക്കാൻ പറ്റും, എന്നാൽ ദൈവം മാത്രമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ സമ്പന്നമാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ആ വലിയ വിലയേറിയ സമ്പത്ത് അന്വേഷിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ പൊന്നിനെക്കുറിച്ചും ലോകസമ്പത്തിനെക്കുറിച്ചും ദൈവിക സമ്പത്തിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഞങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് അതിലെ പ്രാധാന്യം. ദൈവമേ, നല്ലത് തിരഞ്ഞെടുക്കുവാൻ, നല്ലത് കാണുവാൻ, വിലയേറിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഓരോരുത്തർക്കും അറിവും ബോധവും നീ കൊടുക്കുമാറാവട്ടെ. നിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഓരോരുത്തരെയും സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.